പ്ലാസ്റ്റിക് ബോട്ടിലിൽ വെള്ളവും നിറച്ച് മത്സരം കാണാനെത്തിയ റിപ്പോർട്ടർ കാളിദാസന് അടാറ് പണിയാണ് കേട്ടോ കിട്ടിയത്. എന്താണെന്ന് നോക്കാം. എന്താ കാര്യം എന്ന് പറയാ? അതായത് മിസ്റ്റർ ചാക്കു, ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് എന്റെ കയ്യിൽ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഉള്ളവർ പറഞ്ഞ് പ്ലാസ്റ്റിക് അകത്തോട്ട് കയറ്റത്തില്ലെന്ന്. അവസാനം എന്തോ പറ്റി, ആ വെള്ളം മൊത്തം എനിക്ക് ഒറ്റയടി കുടിക്കേണ്ടി. അവസാനം എന്താ കുറച്ച് ഇപ്പോൾ ആകെ പ്രശ്നം. അതാണ് ഞാൻ ബാത്റൂം ചോദിച്ചത്. ആകെ പ്ലാസ്റ്റിക് ഒന്നും കയറ്റത്തില്ല, എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അതായത് നോക്കുക, ഇപ്പോൾ 2-3 വർഷമായിട്ട് ഹരിത കലോത്സവമായാണ് നമ്മളിവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇത് ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ടാണ് മാലിന്യമുക്ത നവകേരളം. അതായത് പ്ലാസ്റ്റിക് ഈ സ്കൂൾ പരിസരത്ത് ഇടാനായിട്ട് പാടില്ല. അതിനായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്റ്റിക്കറുണ്ട്, അതെടുത്ത് നമ്മളൊരു കൊണ്ടുവരുന്ന ബോർഡിൽ ഒട്ടിക്കും. എന്നിട്ട് 10 രൂപ വാങ്ങിക്കും. എന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് അവർ ആ സ്റ്റിക്കർ കാണിച്ചാൽ നമ്മൾ ആ 10 രൂപ തിരിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അല്ല ചാക്കു, ബാത്റൂം എവിടെ? താഴോട്ടും ബാത്റൂം പോയില്ലേ? അവിടെയാ ബാത്റൂം. ക്യാമറ പേഴ്സൺ അക്ഷയ് ദിലീപിനൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള.